ഭൂമിയിൽ ആദ്യമായിട്ടായിരുന്നു മനുഷ്യർ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള ഏലിയൻസിനെ കണ്ടുമുട്ടുന്നത്. അന്യഗ്രഹജീവികൾ ആക്രമിക്കുമോ എന്ന് ഭയന്ന് ആളുകൾ പരിഭ്രാന്തരായി. പക്ഷേ ഏലിയൻസിന്റെ ബഹിരാകാശ വാഹനം നിലത്തിറങ്ങുകയും അവർക്ക് ചുറ്റും തിളങ്ങുന്ന ഒരു ക്രിസ്റ്റൽ മതിൽ നിർമ്മിക്കുകയും ചെയ്തു. സർക്കാർ ഉടൻ തന്നെ ആ സ്ഥലം വളയുകയും അന്വേഷണത്തിനായി ജാക്ക് എന്ന ശാസ്ത്രജ്ഞനെ അയക്കുകയും ചെയ്തു. ജാക്ക് ക്രിസ്റ്റലിനടുത്തേക്കെത്തിയ ഉടൻ തന്നെ ഒരു വാതിൽ കണ്ടു. അത് അവനെ അകത്തേക്ക് ക്ഷണിക്കുന്നതായി തോന്നി. ജാക്ക് കുറച്ചുനേരം മടിച്ചു നിന്നു. പക്ഷേ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി അന്യഗ്രഹജീവികളുടെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ അറിയേണ്ടത് പ്രധാനമായതുകൊണ്ട് അകത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അകത്ത് എല്ലാം ഇരുട്ടായിരുന്നു. പെട്ടെന്ന് ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ ജാക്കിനെ പോലെ തന്നെയായിരുന്നു. തന്റെ പേര് ആർച്ചിയോൺ എന്നാണെന്ന് അയാൾ പറഞ്ഞു. ജാക്കിന് അപരിചിതനായി തോന്നാതിരിക്കാൻ വേണ്ടിയാണ് താൻ ജാക്കിന്റെ രൂപം സ്വീകരിച്ചതെന്ന് അയാൾ വിശദീകരിച്ചു. അവർ എന്തിനാണ് ഭൂമിയിൽ വന്നതെന്ന് ജാക്ക് ചോദിച്ചു. മനുഷ്യരാശിയെ സഹായിക്കാനാണ് അവർ വന്നതെന്നും അതിനു പകരമായി മനുഷ്യർ തങ്ങളുടെ എല്ലാ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നിർത്തണമെന്നും ആർച്ചിയോൺ മറുപടി പറഞ്ഞു. ജാക്ക് ഉടൻ തന്നെ അത് നിരസിച്ചു. തുടർന്ന് ആർച്ചിയോൺ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചതുപോലെ തോന്നിക്കുന്ന ഒരു പന്ത് അവന് കൈമാറി. ഭൂമിയിലെ ഏതെങ്കിലും മലിനമായ സ്ഥലത്തോ വിഷമുള്ള സ്ഥലത്തോ ഇത് വെച്ചോളൂ. ഇത് ഭൂമിയെ പഴയതുപോലെയാക്കുമെന്നും അയാൾ പറഞ്ഞു. നിങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് പണ്ടേ ചെയ്യാമായിരുന്നു. ജാക്ക് പന്തെടുത്തു. മറ്റ് ശാസ്ത്രജ്ഞർ ഭയന്നിരുന്നു. പക്ഷേ അന്യഗ്രഹ ജീവികൾക്ക് ശരിക്കും ഉപദ്രവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവർ അനുമതിക്കായി കാത്തിരിക്കില്ലെന്ന് ജാക്ക് വാദിച്ചു. ഒടുവിൽ എല്ലാവരും സമ്മതിച്ചു. ജീവനില്ലാത്ത ഒരു ഉപേക്ഷിക്കപ്പെട്ട ആണവ നിലയത്തിൽ പന്ത് പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. പന്ത് മലിനമായ വെള്ളത്തിൽ സ്പർശിച്ചയുടൻ ഭൂമി കുലുങ്ങാൻ തുടങ്ങി. പച്ചനിറത്തിലുള്ള പുക അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. എല്ലാവരും അതൊരു വിഷവാതകമാണെന്ന് കരുതി. പക്ഷേ പുക മാറിയപ്പോൾ ആ തരിശായ നിർജീവമായ സ്ഥലം പച്ചപ്പുള്ള ഒരു കാടായി മാറിയിരുന്നു. വായു ശുദ്ധമായിരുന്നു. ചുറ്റും ഇലകളുടെ മനോഹരമായ ഗന്ധമുണ്ടായിരുന്നു. പരിശോധനയിൽ മണ്ണ് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടതായി കണ്ടെത്തി.